നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സുഹൈലുമായിട്ടുള്ള ചർച്ചയിൽ തീരുമാനം എഴുതുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതാൻ അലി ബിൻ അബി താലിബിനോട് പറഞ്ഞപ്പോൾ സുഹൈലി പറഞ്ഞു, മുഹമ്മദ് ഇല്ല, ഇവിടെ വെച്ച് ഈ കരാർ അവസാനിപ്പിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റഹ്മാനും റഹീമുമായ നാഥൻ ഒരു പടച്ചവനെ ഞങ്ങൾക്ക് പരിചയമില്ല, അതുകൊണ്ട് എഴുതാൻ അനുവദിക്കില്ല എന്ന് സുഹൈൽ പറഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മളൊരാളുമായി ചർച്ച ഒരു കരാർ എഴുതുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ട് എഴുതുമ്പോൾ റഹ്മാനും റഹീമുമായ നാഥന്റെ നാമത്തിൽ എഴുതാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ നമ്മളെ നിലപാടെന്തായിരിക്കും? സുഹൈൽ പറഞ്ഞു, വേണമെങ്കിൽ ബിസ്മില്ലാ എന്ന് എഴുതിക്കോ, റഹ്മാനും റഹീം എന്ന് എഴുതാൻ അനുവദിക്കില്ല എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു അലി റളിയല്ലാഹു അൻഹുവിനോട്, അലി ബിസ്മില്ലാ എന്ന് മാത്രം എഴുതിക്കോ. അതങ്ങനെ എഴുതി. രണ്ടാമത് ഫ്രം എഴുതുവാൻ മിൻ മുഹമ്മദിർ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സുഹൈലും തമ്മിലുള്ള കരാർ. സുഹൈൽ ചാടി എഴുന്നേറ്റുകൊണ്ട് വീണ്ടും പറഞ്ഞില്ല, അനുവദിക്കില്ല. മുഹമ്മദ്, നീ റസൂലാണെന്ന് ഒരു വാദം എനിക്കില്ല, ഉണ്ടെങ്കിൽ നമ്മളുമായിട്ടുള്ള ചർച്ചകളെല്ലാം അവസാനിച്ചു, അതുകൊണ്ട് മിൻ മുഹമ്മദ് ഇബ്നു അബ്ദില്ല എന്ന് എഴുതണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലുള്ള എന്നത് വെട്ടിച്ചിട്ട് അലി റളിയല്ലാഹു അൻഹു കൊണ്ട് എഴുതുക മിൻ മുഹമ്മദ് ഇബ്നു അബ്ദില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അതും റസൂൽ അംഗീകരിച്ചു. സ്വഹാബികൾക്ക് നീരസം പ്രകടിപ്പിക്കുന്നുണ്ട് സ്വഹാബികൾ. എന്തിനാണ് നബി ഇങ്ങനെയൊക്കെ വിട്ടുവീഴ്ച ചെയ്യുന്നത് ചോദിക്കുന്നുണ്ട് സ്വഹാബികൾ. അങ്ങനെ ഒന്നാമത്തെ തീരുമാനം എഴുതുന്നു, 10 വർഷം മുസ്ലിങ്ങളുമായിട്ട് മക്കക്കാരുമായിട്ട് യുദ്ധം പാടില്ല എന്ന് രണ്ടുപേരും തീരുമാനിച്ചെഴുതി. രണ്ടാമത്തെ തീരുമാനം എഴുതുന്നു, മക്കയിൽ നിന്ന് ആര് മദീനയിലേക്ക് വന്നാലും ഉടനെ തന്നെ മക്കയിലേക്ക് തിരിച്ചയക്കണം, മദീനയിൽ നിൽക്കാൻ അനുവദിക്കരുത്. എന്നാൽ ആ മദീനയിൽ നിന്ന് ആരെങ്കിലും മക്കയിലേക്ക് വന്നാൽ ഞങ്ങൾ തിരിച്ചയക്കുന്നില്ല, ഞങ്ങൾ അവിടെ താമസിപ്പിക്കും, അവർക്ക് അഭയം ഞങ്ങൾ കൊടുക്കും. പക്ഷേ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നാൽ മദീനക്കാർ അഭയം കൊടുക്കാൻ പാടില്ല. അതും അംഗീകരിച്ചു. സ്വഹാബികൾ ചോദിക്കുന്നു, എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ അടിയറ പറയുന്നത്? അത് എന്ത് ന്യായമാണ് എന്നൊക്കെ ചോദിച്ച സ്വഹാബികളുണ്ട്. അങ്ങനെ സഖ്യകക്ഷികൾ ആരെയും സ്വീകരിക്കാമെന്നും എന്നുള്ള കുറെ തീരുമാനങ്ങൾ എഴുതി ഒപ്പുവെക്കുന്നതിന്റെ മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലേക്ക് ഒരു മനുഷ്യൻ ഓടി കിതച്ചു വരുന്നുണ്ട്. ആ കിതച്ചു വരുന്ന മനുഷ്യൻ ആരാണെന്നറിയുമോ? അത് വേറെ ആരുമല്ല, നമ്മുടെ കൂളർ ഓഫാക്കി കിട്ടും. അത് ഈ തീരുമാനം എഴുതിക്കൊണ്ടിരിക്കുന്ന സുഹൈൽ ഇബ്നു അംർ എന്ന് പറയുന്ന മുശ്രിക്കിന്റെ മകനാണത്. അത് ഊരിയിട്ടേ കരീം, അത് പുറത്തുനിന്ന് സുഹൈൽ ഇബ്നു അംർ എന്ന് പറയുന്ന മുശ്രിക്കിന്റെ മകനാണ് ഓടി കിതച്ചു കൊണ്ടുവരുന്നത്. സുഹൈല് മദീനയിൽ ഹുദൈബിയയിലേക്ക് വരുമ്പോൾ തന്റെ മകനായ അബൂജന്തലിനെ തളിച്ചിട്ടിരിക്കുകയാണ്, ബന്ധസ്ഥനാക്കി നിർത്തുകയായിരുന്നു മുസ്ലിമായതിന്റെ പേരിൽ. ആ സുഹൈലിന്റെ മുന്നിലേക്കാണ് തന്റെ മകനായ അബൂജന്തൽ ഓടി കിതച്ച് റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വന്നു നിൽക്കുന്നത്. ഇത് കണ്ടപ്പോ സുഹൈൽ അവിടുന്ന് ചാടി എഴുന്നേറ്റുകൊണ്ട് അബൂജന്തൽ എന്ന് പറയുന്ന മകന്റെ മുഖത്തൊരു ഒരു അടി കൊടുത്തിട്ട് പറയുന്നു, മുഹമ്മദേ, തിരിച്ചയക്കണം ഇവനെ ഉടനെ തന്നെ മക്കയിലേക്ക്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, സുഹൈൽ, ഇവിടെ കരാർ എഴുതിയിട്ടല്ലേ ഉള്ളൂ, ഇവിടെ തീരുമാനത്തിൽ ഒപ്പിട്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ സുഹൈലിന്റെ മറുപടി, എഴുതിയതാണ് പ്രശ്നം, ഇല്ലെങ്കിൽ ഇവിടെ വെച്ച് ഇപ്പോൾ ഈ കരാർ ലംഘിക്കപ്പെടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂജന്തലിനോട് പറയുന്നുണ്ട്, മോനെ, തിരിച്ചു പോകണം, കരാർ എഴുതിപ്പോയതാണ്.
അബൂജന്തൽ കൂടെ 1000-ൽ പരം സ്വഹാബികളെ പരിസരത്തുണ്ട്. ആ സ്വഹാബികളെ മുഖത്ത് നോക്കിക്കൊണ്ട് ദയനീയമായി പ്രവാചകന്റെ മുഖത്ത് നോക്കി ഒരു ചോദ്യം ചോദിക്കുകയാണ്. എന്താണ് ചോദിക്കുന്നതെന്ന് അറിയുമോ? നിങ്ങൾ എന്നെ യാ മാശറൽ മുസ്ലിമീന അഅറുദു ഇലൽ മുശ്രികീന യഫ്തൂനനി ബിദീനി, ഞാൻ മുസ്ലിമായി എന്നതിന്റെ പേരിൽ എന്നെ പീഡിപ്പിച്ച ഒരു നാട്ടിലേക്ക്, ഒരു പ്രദേശത്തേക്ക്, ആ സമൂഹത്തിലേക്ക് നിങ്ങൾ എന്നെ തിരിച്ചയക്കുകയാണോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ആവർത്തിച്ചു, രക്ഷയില്ല, എഴുതിപ്പോയി കരാറ് എന്ന്. കരഞ്ഞുകൊണ്ടാണ് അബൂജന്തൽ തിരിച്ചു പോയത്. റസൂലുള്ളാഹി പറയുന്നുണ്ട്, യാ അബാ ജന്തൽ ഇസ്ബിർ വഹ്തസിബ്, ക്ഷമിച്ചോ, അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് കൂലി പ്രതീക്ഷിച്ച് കാത്തിരുന്നോ. നിന്റെയും നിന്റെ കൂടെയുള്ളവരെയും കാര്യത്തിൽ അല്ലാഹു തആല ഒരു മാർഗം സൃഷ്ടിക്കും. അതുവരെ നീ കാത്തിരിക്കണം, ക്ഷമിക്കണമെന്ന് അബൂജന്തൽ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞുകൊണ്ട് അബൂജന്തലിനെ തിരിച്ചയക്കുകയാണ്. സൂചിപ്പിച്ചല്ലോ, 1000-ൽ പരം സ്വഹാബികള് പരിസരത്ത് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സ്വഹാബികള് നീരസം പ്രകടിപ്പിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ചെന്ന് ചോദിക്കുകയാണ്, യാ അബൂബക്കർ, നമ്മൾ സത്യത്തിലല്ലേ ഉള്ളത്? മുഹമ്മദ് നബി അല്ലേ? എന്താ ഇങ്ങനെയൊക്കെ ഒരു അടിയറ വെച്ചുകൊണ്ടുള്ള ഒരു തീരുമാനത്തിന് റസൂല് തയ്യാറായത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയട്ടെ, ഉമറെ അടങ്ങ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ചെന്നുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, അലസ്ത നബിയല്ലാഹി ഹഖ, സത്യത്തിൽ നിങ്ങൾ നബി അല്ലേ? സത്യത്തിൽ നിങ്ങൾ നബി അല്ലേ? ഈ ചോദ്യം ചോദിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ഞാൻ റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ അടിയറ പറയുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വിട്ടുവീഴ്ച ചെയ്യുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇങ്ങനെയൊക്കെ ഒരു രംഗങ്ങൾ നമ്മുടെ മുന്നിൽ വരികയാണെങ്കിൽ നമ്മുടെ നിലപാട് എന്തായിരിക്കും? ആവേശം കൊള്ളുകല്ലേ നമ്മൾ? ഉമർ റളിയല്ലാഹു അൻഹു സ്വീകരിച്ചവരെ പോലെയുള്ള ഒരു ആവേശം നമുക്ക് കൊള്ളൂലേ? റസൂൽ അവിടെ ആവേശം കൊണ്ടില്ല. എന്നിട്ട് ഒപ്പിട്ട് കരാറിൽ ഒപ്പിട്ട് സുഹൈല് മക്കയിലേക്ക് തിരിച്ചു പോകുന്നു. മദീനയിലേക്ക് തിരിച്ചു പോകണം മുസ്ലിങ്ങൾക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളോട് പറയുന്നു, നിങ്ങൾ എല്ലാവരും ഒന്ന് എഴുന്നേൽക്കണം, നമുക്ക് ഉംറ നിർവഹിക്കാൻ ഈ വർഷം കഴിയില്ല, നമ്മൾ മദീനയിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. എല്ലാവരും എഴുന്നേറ്റ് നിങ്ങളൊന്ന് അറവ് നടത്തണം, നിങ്ങൾ മുടി കളയണം, മുടിയെടുക്കണം, എന്നിട്ട് നിങ്ങൾ തഹല്ലുലാകണം, തിരിച്ചു പോകണം. റസൂൽ ഇതിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞ് 3 പ്രാവശ്യം പറഞ്ഞ് റസൂല്. ഒരൊറ്റ സ്വഹാബി എഴുന്നേറ്റില്ല. നിങ്ങൾ ആലോചിച്ചു, എല്ലാവർക്കും പ്രയാസ റസൂല് ഈ സ്വീകരിച്ച നിലപാടിന്. റസൂല് വളരെ വേദനയോടെ വിഷമത്തോടെ കൂടിയിട്ട് തൻ്റെ തമ്പിലേക്ക്, തൻ്റെ ഹൈമയിലേക്ക് കയറി വന്നു. തൻ്റെ ഭാര്യയോട് ഈ സങ്കടം പങ്കിട്ടു. ആ ഭാര്യ പറയുന്നൊരു വാക്കുണ്ട്, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുന്നൊരു വാക്കുണ്ട്, യാ റസൂലല്ലാഹ്, താങ്കൾ ഇനിയൊരു വാക്ക് ഒരൊറ്റ വ്യക്തിയോട് പറയണ്ട. നിങ്ങൾ പുറത്തിറങ്ങുക, നിങ്ങൾ ഒട്ടകത്തെ ഇറക്കുക, നിങ്ങൾ മുടിയെടുക്കുക, നിങ്ങൾ തഹല്ലുലാവുക, തിരിച്ചു പോകുക മദീനയിലേക്ക്. ഒരാളോടൊരു വാക്ക് തങ്ങൾ പറയണ്ട, അവർ എഴുന്നേറ്റുള്ളുമെന്ന്. അങ്ങനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തപ്പോൾ എല്ലാ സ്വഹാബികളും എഴുന്നേറ്റ് തഹല്ലുലായി തിരിച്ച് മദീനയിലേക്ക് പോന്നു. ആ ഹുദൈബിയ സന്ധി അതോടുകൂടി അവസാനിക്കും. 2 വർഷം ഇതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ട്. റസൂൽ അടിയറ പറഞ്ഞത്, റസൂൽ ക്ഷമിച്ചത് എന്തിനു വേണ്ടി എന്ന് അവിടെ വെച്ചാണ് നമുക്ക് പാഠം ഉൾക്കൊള്ളാനുള്ളത്. 2 വർഷം കാലം ഇസ്ലാമിനുണ്ടായ വളർച്ച 20 വർഷം ഉണ്ടാകുന്ന വളർച്ചയല്ല, അതിലപ്പുറമുണ്ടായി. നിഷ്പ്രയാസം നിർഭയത്വത്തോടുകൂടെ മക്കയിലേക്ക് പോകുവാനും മക്കയിലുള്ള ജനങ്ങൾക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുക്കുവാനും സ്വഹാബത്തിന് കഴിഞ്ഞു.